കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അബോർഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാ എന്ത് ചെയ്യുന്നീ? കല്യാണം കഴിക്കാത്ത അമ്മയായാലും ഈ ലോകം നിന്നെ എങ്ങനെ കാണുന്ന ചിന്തിച്ചിട്ടുണ്ടോ നീ? സാനി എന്ന പേരിൽ നീ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ, ആ പേര് ഈ നാട്ടില് നാറിയ പേരായി തീരും. നിന്ന് പിഴയ്ക്കാൻ വേറെ സ്ഥലം നോക്കേണ്ടി വരും നിനക്ക്. ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ട് ലോകത്ത് ഒരാൾ പോലും നിന്റെ കൂടെ ഉണ്ടാവില്ല. നിനക്ക് എന്താ ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ആകെ നാണം കെട്ട ശേഷം നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ആ ശ്രീനി കൂടി പറഞ്ഞ നിന്റെ ഗതി എന്താകും? ഓഹോ, ചിന്തിച്ച് എങ്ങോട്ടാ കയറി പോകുന്നേ? ഭാവന അപാരം തന്നെ. അനാവശ്യമായ പേടിയാ നിങ്ങക്ക്. അമ്മയെ പോലെ നീയും പഴയ ഏതോ കാലത്ത് ബ്ലോക്കായി കിടക്ക. ഇങ്ങനെ നടന്ന അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിച്ച അതോടെ നശിക്കും. ഈ വരും വരായികളുടെ പേര് പറഞ്ഞ് ഇപ്പോഴത്തെ ജീവിതം തൊലച്ചു കളയാൻ ഈ സാനിയെ കിട്ടില്ല. വരാനുള്ളത് എന്താന്ന് വെച്ചാ വരട്ടെ, അത് അപ്പോ കാണാം. ഓരോന്ന് പറഞ്ഞു പേടിപ്പിച്ച് ആ ശ്രീനിയുടെ കാലത്തിൽ കൊണ്ടുപോയി എന്നെ കെട്ടിയിടാനാ പ്ലാനെങ്കിൽ അത് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. മോളെ സാനിയെ, നീ ഇതുവരെ നിന്റെ അമ്മയെ ശരിക്കും അറിഞ്ഞിട്ടില്ല. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതെനിക്ക് വെറും ഗിരിധറിനിപ്പൊ 45 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ ആ പാവത്തിന്റെ കല്യാണം എന്തുകൊണ്ട് നടന്നില്ല? അത് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അവന്റെ കല്യാണം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതവൻ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ അത് നടക്കേണ്ടത് എന്റെ ആവശ്യമായതുകൊണ്ട്. നിനക്കറിയാവോടി, ഗിരിക്ക് വേണ്ടി സുമിതയെ തന്നെ ഞാൻ ഓക്കെ ആക്കിയത് എന്തിനാണെന്ന്? ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് സുമിത മാത്രമാണ് എന്റെ മുൻപിൽ പത്തി പൊക്കാതെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്. ഇത് എന്റെ വീടല്ല, എന്റെ കൊട്ടാരവാ, എന്റെ രാജ്യം. ഇതുവരെ വാണതുപോലെ ഇനിയും എനിക്ക് വാഴണമെങ്കിൽ സുമിതയെ പോലെ കീ കൊടുത്താൽ മാത്രം അനങ്ങുന്ന ഒരു പാവയായിരിക്കണം ഗിരിയുടെ ഭാര്യ. അമ്മയ്ക്കിതെന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല എനിക്ക്. ഇതാണ് ഞാൻ, ഇതാണ് എന്റെ ശരിയായ മുഖം. ഇത് നീ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴും നീ മുഴുവൻ കണ്ടിട്ടില്ല. കാണാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഗിരിയെ ഒരു വലിയ തണലായിട്ടാ നീ കരുതിയിരിക്കുന്നത്. പക്ഷേ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗിരിയെ അറിയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഗിരി എന്ന നിന്റെ തണലേ വെറും നിഴലാവും. നിഴല്. നീ അവന്റെ കുഞ്ഞനിയത്തിയാണല്ലോ, പെറ്റ്. കുഞ്ഞനിയത്തിക്ക് വേണ്ടി അവൻ ആകാശവും ഭൂമിയും വരെ കീറിപ്പൊളിക്കും. എന്നാൽ അവന്റെ ഈ കുഞ്ഞനിയത്തിക്ക് മദ്യമില്ലാതെ പറ്റില്ലെന്ന് അവൻ അറിഞ്ഞാലോ? അവള് പല പല ബോയ് ഫ്രണ്ട്സിനെ 10 വിരലിലുമിട്ട് കറക്കി നടക്കുന്നവളാണെന്ന് അവൻ അറിഞ്ഞാലോ? ഇതിനൊക്കെ പുറമെ പുന്നാര പെങ്ങള് ഇപ്പൊ ഗർഭിണിയാണെന്നും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാണെന്നും കൂടി അറിഞ്ഞ പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് കാലന് മാത്രമേ അറിയൂ. ഒന്നൂടെ നീ ഓർമ്മിച്ചോ, എപ്പോഴും ഗിരി എന്താണോ ചിന്തിക്കുന്നത് അതിനവനെ പ്രേരിപ്പിക്കുന്നത് ഈ ഞാനാ. അവൻ എന്താണോ പറയുന്നത് അത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഞാനാ. അവൻ എന്ത് ചെയ്യുന്നുവോ അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവളും ഞാനാ. ഗിരി നിന്നെ പ്രാണനെ പോലെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
നിന്നെ പ്രതി അവന്റെ ഉള്ളിൽ ആ ആത്മാർത്ഥ സ്നേഹം ഇൻജെക്ട് ചെയ്ത് കൊടുത്തത് പോലും ഞാനാ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. നിന്റെ യഥാർത്ഥ മുഖം ഞാൻ ഗിരിക്ക് കാണിച്ചു കൊടുത്താ അതോടെ നീ തീർന്നു. സാനിയ എന്ന പേരേ പിന്നെ ഉണ്ടാവില്ല. മനസ്സിലായോ നിനക്ക്? ഇല്ല, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവളാ ഞാൻ. അവിടുന്ന് ഇന്നത്തെ ഞാനായി മാറിയത് എങ്ങനെയാണെന്ന് അറിയാമോ? എന്നേക്കാൾ 20 വയസ്സിന് മൂത്ത ഒരു കിളവനെ കല്യാണം കഴിച്ചു. പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പ്രസവിച്ചു. അമ്മയില്ലാത്ത ഗിരിയെ ആ ഒരൊറ്റ സെന്റിമെന്റ്സ് വച്ച് ഒരു മൂത്ത മകന്റെ സ്ഥാനം കൊടുത്ത് ആയ കാലത്തേക്ക് അടിമയാക്കി. നടക്കേണ്ടതെല്ലാം ഓരോരോ സമയത്ത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടത്തി തന്നെയാ ഞാൻ ഇതുവരെ എത്തിയത്. നിന്റെ ഒരൊറ്റ മണ്ടത്തരം കൊണ്ട് ഇതുവരെയുള്ള എന്റെ നേട്ടങ്ങളൊക്കെ പാഴാക്കി കളയണോന്ന് ഇനി നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ജീവിച്ചു പോകണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറയുന്നത് മാത്രം. നേരെ നിന്റെ ഗിരിയേട്ടന്റെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് അവനോട് പറയണം, നിനക്ക് നിന്റെ ശ്രീനിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. The time is too precious. നിന്റെ കാര്യത്തിൽ ഇനി ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് ടൈമില്ല. You got that? അമ്മ ഇവിടെ നിർത്തിയാ മതി. ഇന്ന് ശരിക്കും വൈകി. അവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് കൊണ്ടോ? അതെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ക്ലാസ്സിൽ ലേറ്റ് ആയി എന്ന് പറഞ്ഞ എന്നെ അമ്മ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ ഫിലോസഫി പറഞ്ഞു കേൾപ്പിക്കാനാണോ? ഫിലോസഫി ഒന്നല്ല, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ സുമി, ഗിരിധരും നീയും തമ്മിൽ ഉണ്ടാകുന്ന ഈ ആക്സിഡന്റ് ആയിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നീ അങ്ങനെ വേണം കാണാൻ. അതിന് പിന്നിൽ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ. തൽക്കാലം എന്നെ ഒന്ന് വിടുവോ പ്ലീസ്? പറഞ്ഞു തീർന്നിട്ടില്ല. അതുകൊണ്ട് നീ ആ മോതിരെടുത്ത് വരലിട്, ഇട്ടിട്ട് പോയാ മതി. അമ്മയ്ക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? മോതിരിടണം പോലും അതിനൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, നിന്റെ തലേ കയറിയില്ലല്ലോ. ഇപ്പൊ കണ്ടോ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിക്കാൻ വിധിക്ക് പോലും താല്പര്യമില്ല. നീ മാത്രം ഇങ്ങനെ വാശി പിടിച്ച് നടക്കുന്നത്. കൂടുതൽ പറയിക്കാതെ നീ ആ മോതിരെടുത്തിട്ടെ. സമാധാനമായല്ലോ? ഇനി എനിക്ക് പോവാലോ? ഇനി പൊക്കോ. പിന്നെ സുമി, ഗിരിധരെങ്ങാനും നിന്നെ കാണാൻ വന്നാൽ വീട് വരെ ഒരു ലിഫ്റ്റ് തരാൻ നീ അയാളോട് പറയണം. പൊട്ടിപ്പോയത് കൂട്ടിച്ചേർക്കാൻ ദൈവമായിട്ട് തരുന്ന അവസരങ്ങൾ നീ കണ്ടില്ലെന്ന് വെച്ച് വിട്ടുകളയരുത്. എന്റെ ഗണപതി ഭഗവാനെ, വലിയ നന്ദിയുണ്ട്. രണ്ടിനെ നീ ഇവിടം വരെ എത്തിച്ചല്ലോ. ഇനി എങ്ങനെയെങ്കിലും ഉന്തി തള്ളി കല്യാണ മണ്ഡപം വരെ എത്തിച്ചു തരണേ. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അത് നടന്നു കിട്ടിയാ പിന്നെ ഞാൻ നിന്നോട് വേറൊന്നും ചോദിക്കില്ല. സത്യം ഭഗവാനെ.
എന്തോ അത്യാവശ്യ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ടെൻഷൻ അടിപ്പിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ എന്താ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നത്? പറയമ്മ, എന്താ കാര്യം? പറയാനുള്ളത് എനിക്കല്ല, ദേ ഇവൾക്കാ. എന്താ മോളെ? പറയ് സനു, നിനക്കല്ലേ ഏട്ടനോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നത്? എന്താ സനു, നീ ഏട്ടനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ? ഏട്ടാ അത് പിന്നെ ഏട്ടാ ഞാൻ അത് എന്തു പറ്റി മോളെ? ഇത്ര ആലോചിക്കാൻ എന്താ? നിന്റെ ഏട്ടനല്ലേ, വേണ്ടത് എന്താന്ന് വെച്ചാ നീ അവനോട് തുറന്നു പറയേ. എന്തിനാ ഇങ്ങനെ മടിക്കുന്നേ? എന്താ, എന്ത് പറ്റി? ആരെങ്കിലും ഒന്ന് പറയേ. ഏട്ടാ, എനിക്ക് ശ്രീയെ കല്യാണം കഴിച്ചാൽ മതി. അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഈ റിലേഷൻ കട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഐ നീഡ് ഹിം. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഭ്രാന്തായോ നിനക്ക്? പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അവൻ നിന്നെ തല്ലിയത് നീ മറന്നോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ നാണം കെടുത്തിയവനല്ലേ ആ ശ്രീനിഷ്? വാട്ട്സ് റോങ് വിത്ത് യു സനു? ഒരു മിനിറ്റ് ഗിരി, ശ്രീനിഷ് അവളെ തല്ലിയ തെറ്റാണെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഇവളുടെ ഭാഗത്തുണ്ട് തെറ്റ്. അമ്മ എന്താ ഈ പറയുന്നേ? ഏട്ടാ, അന്ന് പാർട്ടിയിലുണ്ടായ ഇഷ്യൂല് ഞാൻ അവനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തിരുന്നു. അതിന്റെ വിഷമത്തിലാ എന്നെ അടിച്ചത്. എന്നാലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഐ വാണ്ട് ഹിം. ഏട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ആർ യു ഷുവർ? നീ എന്താ ഈ പറയുന്നെന്ന് ശരിക്ക് ചിന്തിച്ചിട്ടാണോ? നീ ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്ക്. അതെ ഏട്ടാ, ഐ എം ഷുവർ. അന്ന് അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് സിറ്റുവേഷൻ ആകെ വഷളായിട്ടിരിക്കുക. പോരെങ്കിൽ ആ പരിസരത്തുള്ള എല്ലാവരും ഇത് അറിഞ്ഞിട്ടുമുണ്ട്. പിന്നെ എങ്ങനെയാ സനു ഞാൻ അവരെ ഫേസ് ചെയ്യുക? എന്തു പറഞ്ഞ ഞാൻ അങ്ങോട്ട് ചെല്ലുക? ചെന്നാ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ നമ്മളെ? ആ പയ്യനെ അല്ലെങ്കിൽ മറ്റാരെയും കല്യാണം കഴിക്കില്ല എന്ന് പറയാ ഇവള്. ഇങ്ങനെ ഇവിടെ തന്നെ ജീവിച്ചോളാന്ന്. സനു, നിന്റെ ഏത് ആഗ്രഹവും നടത്തിത്തരാൻ ഈ ഏട്ടനുള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? നിന്റെ കല്യാണം നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നന്നായി ഏട്ടൻ നടത്തിത്തരും. സോറി, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. നമുക്ക് ഏതായാലും ഇന്ന് സബ്ജക്റ്റ് കുറെ കവറപ്പ് ചെയ്യാം. Where were we yesterday? Literature and modern society. എടിയോ വെഡിങ് റിംഗ് നോക്കിയേ, എന്ത് ഭംഗിയാണല്ലേ. ആ സൂപ്പർ ആയിട്ടുണ്ട്. ഗിരിധർ നമ്പ്യാരുടെ വകയല്ലേ, മോശം വരുമോ? മാം ചെലവുണ്ട് കേട്ടോ. മേമിന്റെ കല്യാണക്കാര്യമല്ലേ ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം. ആക്ച്വലി മാം, ഗിരിധർ സർ മാമിനെ പ്രപ്പോസ് ചെയ്ത് തൊട്ടേ ഇറ്റ് വാസ് എ ടോക്ക് ഓഫ് ദി ടൗൺ. മാമിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ കൈ പിടിച്ച് പ്രപ്പോസ് ചെയ്ത ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, വൗ, ഇറ്റ് വാസ് സോ റൊമാൻറ്റിക്. ഒരു മിനിറ്റ്, പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എക്സ്ട്രാ ക്ലാസ്, അല്ലാതെ എന്റെ കല്യാണക്കാരി ഇങ്ങനെ പറഞ്ഞിരിക്കാനല്ല. എന്നാലും അറിയാനുള്ള ആകാംക്ഷ ഉള്ളതുകൊണ്ട് മാം ഒന്ന് പറയുന്നേ. എന്റെ കല്യാണക്കാരെ നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ? അയ്യോ അങ്ങനെ പറയല്ലേ മിസ്, വി വാണ്ട് ടു നോ മോർ. ഫസ്റ്റ് മീറ്റിംഗ് എവിടെ വെച്ചായിരുന്നു മാം? കല്യാണത്തിലേക്ക് എത്തിയത് എങ്ങനെയാ മാം? പ്ലീസ് മാം, പ്ലീസ് മാം, ഞാൻ എന്താ ഇവരോട് പറയേണ്ടത് ഈശ്വര?
ഞാൻ അയാൾക്കിട്ട് കൊടുത്ത മോതിരം ഊരിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ മോതിരം ഇപ്പോഴും എന്റെ വിരലിൽ കിടക്കുന്നതെന്നോ? അതല്ലെങ്കിൽ ഇത് അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഇട്ടതാണെന്നോ? ഈ പിള്ളേരിങ്ങനെ ആവേശം കൊള്ളുന്ന എന്റെ എൻഗേജ്മെന്റ് തന്നെ ക്യാൻസൽ ആയി കഴിഞ്ഞു എന്ന് ഞാൻ എങ്ങനെ ഇവരോട് പറയേണ്ടത്? എന്റെ പൊന്നു മോനെ കളിയൊന്ന് നിർത്ത് മോളെ. പദപ്രശ്നമൊക്കെ നമുക്ക് പിന്നെ പൂരിപ്പിക്കാം. ഉള്ള നേരം കൊണ്ട് നിങ്ങളുടെ ഹോംവർക്ക് തീർത്തില്ലെങ്കിൽ നിങ്ങളുടെ അമ്മ വന്ന് എന്നെ തീർക്കും. തന്നെ തന്നെ മതി. വേണ്ട കളിച്ചോക്കെ മതി. വേണ്ട 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 മതി മതി. വേണ്ട 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 തരില്ല. ഇല്ല ഇല്ല തരില്ല തരില്ല. ആ ഹോംവർക്ക് ഒക്കെ തീർത്തിട്ട് മതി. അങ്ങോട്ട് ഗിരിയെങ്കിലും ഗിരിയെങ്കിലും എന്താടാ ഈ നേരത്ത്? എടാ എന്താടാ എന്തു പറ്റി? ആ സമയത്ത് ഇങ്ങനെ ഒരു വരവ് ഇരിപ്പും. എടാ എന്താ പ്രശ്നം? നീ എന്തെങ്കിലും ഒന്ന് പറ. എടാ ഒരു വല്ലാത്ത കുരുക്കിൽപ്പെട്ടിരിക്കുക ഞാൻ. മക്കളെ ഒന്ന് നിർത്ത്, ബഹളം വെക്കാതെ. ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കട്ടെ. നീ പറ എന്താ? എടാ എല്ലാരും എന്നെ ഇപ്പൊ പന്ത് തട്ടുന്ന പോലെ തട്ടുക. ഞാനെന്താ ഫുട്ബോളോ? കാണാൻ അങ്ങനെയുണ്ട് അല്ലടി അമ്മി. അത് ശരിയാ. കാര്യം എന്താ നീ വ്യക്തമായിട്ട് പറ. എടാ എപ്പോഴെങ്കിലും ഞാൻ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നെ എല്ലാരും കൂടെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചു. ഞാൻ കല്യാണം കഴിച്ചാലേ സനുവിന് സന്തോഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ആവട്ടെ എന്ന് ഞാനും കരുതി. ശരി, അതിനിപ്പോ എന്താ? എടാ എൻഗേജ്മെന്റ് നടന്നു. എന്നിട്ടോ സനു ശ്രീനീഷുമായിട്ട് ഉടക്കി. അവനെ വേണ്ടെന്ന് പറഞ്ഞു. ആ പ്രപ്പോസൽ ബ്രേക്കപ്പ് ആയി. ഇത്രയും മനസ്സിലായോ? അതിപ്പോ ആർക്കാ അറിയാത്തെ? ആയിക്കോട്ടെ. സോ അങ്ങനെ നോക്കുമ്പോ ഞാനും സുമിതയും തമ്മിലുള്ള ബന്ധത്തിന് അടിസ്ഥാനമില്ലാണ്ടായി പോയില്ലേ? ഹൗ ക്യാൻ ഇറ്റ് ബി വാലിഡ് എനിമോർ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതും വിട്ടു. എന്ന് മാത്രമല്ല, സുമിത വളരെ മാന്യമായി ഞാൻ ഇട്ടുകൊടുത്ത മോതിരം ഊരി എനിക്ക് തിരിച്ചും തന്നു. അപ്പൊ ഞാൻ എന്ത് വേണം? എന്റെ വിരലിലിട്ട മോതിരം തിരിച്ചു കൊടുക്കണം. അതാണല്ലോ അതിന്റെ ശരി. അവൾ എന്റെ വിരലിൽ ഇട്ടതല്ലോ, തള്ളിക്കയറ്റിയതല്ലേ? എടാ എനിക്ക് ഈ കുന്ത ഊരിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല. ആ സ്ഥിതിക്ക് എനിക്ക് സുമിത തിരിച്ചു തന്ന മോതിരം ഞാൻ വേണോന്ന് പറയുന്നത് ശരിയാണോ? അത് നീ വാങ്ങുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനതങ്ങ് തിരിച്ചേൽപ്പിച്ചു. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാ അതാണ്. എന്താ പ്രശ്നം? നീ അത് പറ. എടാ ഇപ്പൊ സനു പറയുന്നു ശ്രീനേഷിനെ അവക്ക് പ്രാണനാണെന്ന്. അവളില്ലാതെ അവന് ജീവിക്കാനാവില്ലെന്ന്. ഒരു വട്ടം തല്ലി പിരിഞ്ഞിട്ട് പിന്നെ വന്ന് ഇങ്ങനെ പറയുമ്പോ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ശ്രീനീഷിനോട് സംസാരിച്ച് ഞാൻ അതെല്ലാം വീണ്ടും ഓക്കെയാക്കി. അത് അവിടെ നിക്കട്ടെ. പ്രശ്നം അതല്ല. നീ അത് പറ. എന്താ പ്രശ്നം? അല്ല, ഒരു ഏകദേശ ചിത്രം നിനക്ക് പിടികിട്ടിയല്ലോ. ഇനി പറ, ഇതിലെന്താണ് എന്റെ പൊസിഷൻ? ഞാനും സുമിതയും തമ്മിലുള്ള കല്യാണ വിഷയത്തിൽ എന്ത് സ്റ്റാൻഡാണ് ഞാൻ എടുക്കേണ്ടത്? ടെക്നിക്കലി സ്പീക്കിംഗ്, ഞങ്ങൾ പരസ്പര എൻഗേജ്മെന്റിൽ നിന്ന് മനസ്സുകൊണ്ട് പിന്മാറുകയും ചെയ്തു. മോതിരവും ഊരിക്കഴിഞ്ഞു. ഇനി സനുവും ശ്രീനീഷും വീണ്ടും ഒന്നിച്ച സ്ഥിതിക്ക് ഞങ്ങൾ തമ്മിൽ വീണ്ടും കൂടണോ? വിവാഹമോതിരം ഊരിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടാമത് വീണ്ടും ഫംഗ്ഷൻ വെച്ചിടണോ? അതോ ഇനി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ കല്യാണത്തിലേക്ക് പോകണോ? എടാ എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്റെ പൊസിഷൻ ഇപ്പൊ എന്താ? ഞാനിപ്പോ കല്യാണം ഉറപ്പിച്ച അവസ്ഥയിലാണോ അതോ കല്യാണം മുടങ്ങിയ അവസ്ഥയിലാണോ? ആരെങ്കിലും ഈ കൺഫ്യൂഷൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് താ. അങ്ങളെ കൈയൊന്ന് കാണിച്ചേ. എന്താ കാണിക്കങ്ങളെ?
അങ്കിളുടെ എൻഗേജ്മെന്റ് റിംഗ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അങ്കിൾ എൻഗേജഡാ.